നല്ല പടം. ക്യൂൻ എലിസബത്ത് എന്ന ഈ ചിത്രം എം പത്മകുമാർ എന്ന സംവിധായകൻ്റെ ഒരു നല്ലൊരു ചിത്രമാണ്. നരയനും അതേപോലെ മീരാസ്മിനും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മീരാസ്മിൻ്റെയും നരയൻ്റെയും അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ്. നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവർ. നല്ല വേണം, ഒരു റൊമാൻറ്റിക് ഫാമിലി വേണം. പിന്നെ സ്റ്റോറി ലൈൻ ഒരു ആവറേജ് ഉള്ളൂ, പക്ഷെ എന്നാലും വർത്തബിളാണ്, വാച്ചബിളാണ്. നല്ല മൂവിയായിരുന്നു, നല്ല രസമുണ്ട്, നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. നന്ദി ചേട്ടാ പറഞ്ഞു. കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. പല സ്ഥലങ്ങളിലും ഹ്യൂമർ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞങ്ങളുടെ കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ കോൾസ് വന്നിട്ട് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് പല സ്ഥലത്തുനിന്ന് വന്നു. ഇനിയിപ്പോൾ ഞാനിപ്പോഴാണ് പടം ഫുൾ കാണുന്നത്, ഐ മീൻ തിയേറ്റർ ഓഡിയൻസിൻ്റെ കൂടെ. ഇനി ആസ് ഓഫ് നൗ വെരി ഗുഡ്, സന്തോഷം. നല്ല മൂവിയാണ്. മീര ചേച്ചീനെ വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ആ ഒരു പേര് മീര ചേച്ചിയും ആൻഡ് നരേൻ ചേട്ടനും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കാണുന്ന പോലെ തന്നെ നല്ലൊരു ക്യൂട്ട് മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. നല്ലൊരു തിരിച്ചുവരവാണ്. തിരിച്ചുവരവരുടെ കൂടെ ഓൾറെഡി ഉള്ളവരൊക്കെ തന്നെയല്ലേ. സോ ഭയങ്കര സന്തോഷം, വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര നല്ല പേരല്ലേ, നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ഞങ്ങൾ പിന്നെ ഒരുമിച്ച് ആദം ജോണിൽ വർക്ക് ചെയ്തു. ഗ്രേറ്റ് പെർഫോമൻസ് ആയിരുന്നു. നല്ല കോംബോ ആണ് രണ്ടുപേരുടെയും. ഉഗ്രൻ ഫിലിമാണ്, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അദ്ദേഹം പ്രൊഡ്യൂസറാണ്, അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ പടത്തിൽ അഭിനയിച്ച പോലത്തെ ആ ചിരി എപ്പോഴും നിലനിൽക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും എല്ലാവരും പടം കാണാം. ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടായിരുന്നു. പപ്പേട്ടൻ്റെ മൂവി ഭയങ്കര അടിപൊളിയായിട്ടാണ്. എനിക്ക് ആക്ച്വലി വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഫീൽ ഗുഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീൽ ഗുഡിനേക്കാൾ കൂടുതൽ എനിക്ക് കുറേ പേഴ്സണലി റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാനൊരു ഇൻ്റർവെൽ ടൈമിൽ ഞാൻ വെളിയിൽ ഇറങ്ങില്ല. സാധാരണ ഇൻ്റർവെല്ലിന് ഞാൻ വെളിയിൽ ഇറങ്ങണം, ഞാൻ കരയായിരുന്നു. അതുകൊണ്ട് ഞാൻ വെളിയിൽ ഇറങ്ങിയില്ല. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കരച്ച് പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ബാക്കി കാണണോ എന്നായിരുന്നു, കാരണം ഡാർക്ക് ആയിരിക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, ഭയങ്കര രസമുണ്ട്. ഇമോഷൻസ് എല്ലാം നമുക്ക് വരും. ചിരിയാണെങ്കിലും കരച്ചിലാണെങ്കിലും എല്ലാം വരും. എല്ലാവരും കാണുക, ഡെഫിനറ്റായിട്ടും കാണുക. താങ്ക് യു. നല്ലൊരു സിനിമ ഉണ്ട്, നല്ലൊരു മെസ്സേജ് പറയുന്ന സിനിമ. നമ്മളൊക്കെ ജീവിക്കുമ്പോൾ ഉള്ള അവസ്ഥ, മരിക്കുമ്പോൾ ഉള്ള അവസ്ഥ, ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഒരേ നിമിഷവും ടെൻഷൻ അടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിനിമ. പപ്പേട്ടൻ്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് സിനിമയാണ്. പപ്പേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള വ്യത്യസ്തമായ സിനിമ. അതോടൊപ്പം മീര ജാസ്മിനും നരനും അവരുടെ ഒന്നിച്ചുള്ളൊരു വീണ്ടും ഉള്ളൊരു വരവ് പ്രേക്ഷകർ നല്ല രീതിക്ക് സ്വീകരിക്കുന്നുണ്ട് എന്ന കാര്യം നല്ല ഒരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞു വെച്ചാണ്. ഈ സബ്ജക്റ്റ് നമ്മൾ കാണാതിരിക്കുന്നത് നഷ്ടമായിരിക്കും. നമുക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമ. നമ്മൾ ഒന്ന് കണ്ണ് നനയുന്നുണ്ടെങ്കിലും ക്ലൈമാക്സ് എത്തുമ്പോൾ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു ഫീല് തരുന്ന ഒരു സിനിമയാണ് ക്യൂൻ എലിസബത്ത്. എന്തായാലും പൈസ മുടക്കിയ നഷ്ടമൊന്നും വരില്ല. അതായത് പേര് പോലെ തന്നെ ഒരു ലേഡിയുടെ ഒരു ശക്തമായ ഒരു കഥാപാത്രം, അതാണ് മീര ജാസ്മിൻ ഈ പടത്തിലെ അവതരിപ്പിച്ചു വെച്ചത്. മീര ജാസ്മിൻ എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ നരേൻ്റെ റോള് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കഥ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു ലാഗ് അടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ക്ലൈമാക്സ് ആയപ്പോൾ ഒരു ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. അത് എന്തുകൊണ്ടൊരു നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് പടം ഫീൽ ചെയ്തു. മെസ്സേജ് ഞാൻ പറഞ്ഞില്ല, അതായത് ഇപ്പോൾ എന്തെങ്കിലും മെസ്സേജ് എനിക്ക് തോന്നിയത് ഇത്രേ ഉള്ളൂ. അതായത് എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഒരു ആശുപത്രി പോയി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു നോക്കി, അതായത് അവർ ഡോക്ടേഴ്സ് വിധി എഴുതി നോക്കി, അത് നമ്മൾ ഒന്നുകൂടി റീചെക്ക് ചെയ്തിട്ട് നമുക്കത് ഉറപ്പിച്ച അങ്ങനെ ഒരു മെസ്സേജ് ഇതിൽ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. കൂടുതൽ വീഡിയോസിനായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.